ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ മൈക്രോവേവിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കാരമൽ സോസ് ഉണ്ടാക്കണം. അതിനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഉരുകി ഒരു ഗോൾഡൻ കളറായി മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കളറായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റണം. ഒരു മൈക്രോ പ്രൂഫ് ആയിട്ടുള്ളൊരു പാത്രം അടുത്ത് തന്നെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും വേണം. പെട്ടെന്ന് സെറ്റാവും. കാരമലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വലിയ അളവിൽ എടുക്കുന്നത് വെച്ചാൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ കാരമൽ കിട്ടും. ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡറും യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പഞ്ചസാര വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇളക്കിയതിന് ശേഷം ഒന്ന് മധുരം ചെക്ക് ചെയ്ത് നോക്കാം. അതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്തത്. നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം കുറവ് തോന്നിയതുകൊണ്ടാണ്. ഒരുപാട് മധുരമുള്ളൊരു പുഡിംഗ് അല്ല ഇത്. ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരമാണ് സാധാരണ ഉണ്ടാവുക. ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് മുട്ടൻ്റെ മെൽട്ടാവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് മൈക്രോവേവിലേക്ക് മാറ്റാം. ഫസ്റ്റിന് മൈക്രോ ബട്ടൺ അമർത്തുമ്പോൾ 900 വോൾട്ട്സ് ആണ് വരിക. ആ ബട്ടൺ തന്നെ ഒന്നുകൂടി അമർത്തുമ്പോൾ വോൾട്ട്സ് കുറഞ്ഞിട്ട് ഒരു 720 വരും. എൻ്റെ ഓവനിൽ 720 ആണ്, ചിലയിൽ 700 ആയിരിക്കും. അതിലേക്കാണ് വെക്കേണ്ടത്. ആ 720 ആക്കിയതിന് ശേഷം അതിലേക്ക് പാത്രം വെക്കുക. പിന്നെ ഒരു 7 മിനിറ്റ് സമയം കൊടുക്കുക. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തതാണിത്. 7 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചോ എന്തെങ്കിലും മൂടി വെച്ചോ അടച്ചിട്ട് വെക്കണം. അതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് കിട്ടും. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക. ചൂടോടെ ഡിമോൾഡ് ചെയ്യാൻ നോക്കരുത്. അപ്പം ചിലപ്പം പൊട്ടിപ്പോവും. സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാരമലിൻ്റെ കളറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. പാലും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 7 മിനിറ്റ് സമയം മതി ഇതിന്. നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ ആവിയിലൊക്കെ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുക. ആ ഒരു പണിയൊന്നുമില്ല. മൈക്രോവേവ് ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറി കൂടെ വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന അതേമാതിരി തന്നെ ഉണ്ടാവും. പക്ഷെ പണി ഭയങ്കര എളുപ്പമാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ. ഒരുപാട് സമയമൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.